എല്ലാവർക്കും നമസ്കാരം. ഞാൻ ഇന്ന് രാശിമാറ്റം, ഗുരുവിൻ്റെ രാശിമാറ്റം മിഥുന രാശിക്കാണ് പറയാൻ പോകുന്നത്. അതായത് ഞാൻ ആദ്യം മേടത്തിന് ഇട്ടിട്ടുണ്ടായിരുന്നു, അതേപോലെ ഇടവും വീഡിയോ ഇട്ടിട്ടുണ്ട്. അപ്പം മേടത്തിന് വരുമ്പോൾ 12ാം അധിപതിയാണ് 2-ൽ വരുന്നത് മേടത്തിന്. അപ്പോൾ പണം അധികം ചിലവാക്കാൻ പാടില്ല, അല്ലെങ്കിൽ കടം വാങ്ങാൻ പാടില്ല എന്നുള്ള രീതിയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പരിഹാരമായിട്ട് ആർക്കെങ്കിലുമൊക്കെ മെഡിസിനൊക്കെ വാങ്ങിക്കൊടുത്താലും നല്ലതെന്ന് പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ ഇടവത്തിനും പറഞ്ഞിട്ടുണ്ട്. ഇതും 8ാം അധിപതിയാണ്. അപ്പോൾ അതും ആ രീതിയിൽ നിങ്ങൾക്ക് ശ്രദ്ധിക്കാം. അല്ലെങ്കിൽ കുട്ടികൾക്കെല്ലാം നല്ല എന്തെങ്കിലുമൊക്കെ സ്വീറ്റ്സൊക്കെ വാങ്ങിക്കൊടുക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട് പരിഹാരമായിട്ട്. അതും പിന്നെ എന്താ പറയുക, പണം തികയില്ല എന്നുള്ളൊരവസ്ഥയാണ് വരുന്നത്. മനസ്സിലായില്ലേ? അപ്പോൾ അടുത്ത ഞാൻ പറയാൻ പോകുന്നത് മിഥുനം. പക്ഷേ ഇവിടെ ഇടവത്തിന് 8ഉം 11ഉം ആയതുകൊണ്ട് എത്ര കഷ്ടങ്ങൾ തന്നാലും ആ 11ൻ്റെ ഒരു ഫലം കൊടുക്കണമല്ലോ. അപ്പോൾ എത്ര കഷ്ടം തന്നാലും അവസാനം ആ ഫലത്തിലോട്ട് എത്തിപ്പിക്കും എന്നുള്ളതും കൂടെയാണ് ഞാൻ പറഞ്ഞു വരുന്നത്. അടുത്തത് മിഥുനം. മിഥുനം എന്ന് പറയുമ്പോൾ 12ആണ്. ഗുരു 12ലാണ് നിൽക്കുന്നത്. അപ്പോൾ ഈ ഇപ്പോൾ ഗോചരത്തിൽ ഗുരു രാശി മാറി വരുമ്പോൾ 6-8 ബന്ധം വരുന്നവരെല്ലാം 6-8 12 വരുന്നവരൊക്കെ ചിലപ്പോൾ നമ്മുടെ ഫാമിലിയിൽ തന്നെ 2-3 മിഥുന രാശി കാണും, അല്ലെങ്കിൽ ധനുസ് രാശി കാണും, തുലാരാശി കാണും. ഇവരൊക്കെ ഈ 6-8 ബന്ധം വരുന്നതുകൊണ്ട് എല്ലാവർക്കും ഒരു ഇൻഷുറൻസ് ഇട്ട് വെക്കുക, ഫാമിലി ഇൻഷുറൻസ്. ഒരു പക്ഷേ അത് മുടങ്ങിക്കിടക്കുകയാണെങ്കിലും ആ പ്രീമിയമൊക്കെ കെട്ടി അതിനങ്ങ് ഉഷാറാക്കി എടുക്കുക. കാരണം അതൊരു പരിഹാരമായിട്ട് തന്നെ പോട്ടെ. കാരണം ആർക്കെങ്കിലും ഒരു അസുഖം വന്നാലും ഹോസ്പിറ്റലിൽ പോകണമെങ്കിൽ പല ലക്ഷങ്ങൾ ചിലവാകും. അപ്പോൾ അതിന് നിങ്ങളൊരു കുറച്ചൊരു ചെറിയ ഒരു എമൗണ്ടിലൊക്കെ ഒരു പോളിസിയൊക്കെ എടുത്ത് വെച്ചാൽ ഇത് വളരെ യൂസ്ഫുള്ളാണ്. ഇത് ലോജിക്കായിട്ടുള്ള പരിഹാരമാണ്. ഇത് പിന്നെ അധികം ചിലവില്ലാത്ത പരിഹാരമാണ്. പിൽക്കാലത്ത് നമുക്കത് യൂസ് ആവും ചെയ്യും. അല്ലെങ്കിൽ ഒരു മെഡിക്കൽ ലൈൻ വിട്ട് വയ്ക്കും, അത് യൂസ് ആകും. നമുക്കിതിപ്പോൾ യൂസ് ആയില്ല എന്നുള്ളതെങ്കിലും ആർക്കെങ്കിലും അത് പ്രയോജനപ്പെട്ടു പോകുമല്ലോ. അപ്പോൾ അങ്ങനെയെങ്കിലും നിങ്ങളത് ചെയ്തു വെക്കുന്നത് നല്ലതാണ് കേട്ടോ. അപ്പോൾ ഇവിടെ നോക്കുന്നത് 12 നിന്നുകൊണ്ട് 4-ന് നോക്കുന്നു, 6-ന് നോക്കുന്നു, 8-ന് നോക്കുന്നു. അപ്പോൾ 5, 7, 9 ദൃഷ്ടി കൊണ്ട് നോക്കുന്നതാണ്. ഈ 3 ഭാവത്തിനെയും നോക്കുന്നു. അപ്പോൾ ഈ 3 ഭാവത്തിലെ കാര്യങ്ങളും ഈ വർഷം നടക്കും എന്നുള്ളത് പറയാം. അപ്പോൾ 4-ൽ നോക്കുന്നത് കൊണ്ട് പഠിക്കുന്ന കുട്ടികളാണെങ്കിൽ +2-ന് മാർക്ക് കുറയാനുള്ള ഒരു ചാൻസ് ഉണ്ട്. അപ്പോൾ 4-ാം ഭാവം എന്ന് പറയുമ്പോൾ 12 വരയ്ക്കും 12 വയസ്സ് ലഗ്നം തൊട്ട് നമ്മൾ കൂട്ടണം. ലഗ്നം തൊട്ട് 1 വയസ്സ് എന്നുള്ളത് കൂട്ടി 12 വരുമ്പോൾ 12 വയസ്സ്. അപ്പുറം ലഗ്നം 13, 1-ാം ഭാവം 14, 12 1 13, 2 14, 3-ാം ഭാവം 15, 4-ാം ഭാവം 16. അപ്പോൾ 16 വയസ്സാകുമ്പോൾ നമ്മൾ എന്താ പറയുക, കുട്ടികളൊക്കെ എക്സാം എഴുതുന്ന +2 എക്സാം എഴുതുന്ന സമയമായിരിക്കും. ആ സമയത്ത് മാർക്ക് കുറയാനുള്ള ചാൻസ് ഉണ്ട്. വ്യയത്തിൽ നിന്ന് നോക്കുന്നതാണ്. അത് വ്യയത്തിൽ നിന്ന് നോക്കുന്നത് കൊണ്ട് മാർക്ക് ചിലപ്പം കുറയ്ക്കാനുള്ള ചാൻസ് ഉണ്ട്. അങ്ങനെ അല്ലെങ്കിൽ കോളേജിൽ അഡ്മിഷന് വേണ്ടി കുറച്ച് ബുദ്ധിമുട്ടേണ്ട ഒരവസ്ഥ, അലഞ്ഞ് തിരിഞ്ഞ് കഷ്ടപ്പെടേണ്ടി വരുന്നതൊക്കെ കാണിക്കുന്നുണ്ട്. അതൊക്കെ നിങ്ങൾ ശ്രദ്ധിക്കണം. ഓക്കെ, കുറഞ്ഞു പോയി എന്ന് പറഞ്ഞ് കുട്ടികളെ വഴക്കൊന്നും പറയേണ്ട ആവശ്യമില്ല. ഓക്കെ, അത് ആ സമയത്തിൻ്റെതാണെന്ന് മനസ്സിലാക്കിയാൽ മതി. ഓക്കെ, അടുത്തത് ഇപ്പോൾ 12-ൽ നിൽക്കുന്നത് കൊണ്ട് മിഥുന രാശി വയസ്സായ ഒരുപാട് പ്രായം ചെന്ന ആൾക്കാർ, അല്ലെങ്കിൽ ബെഡ് ആയിട്ടുള്ളവർ, തീരെ പിന്നെ പ്രായം കൂടിപ്പോയി അവർക്കൊക്കെ ചിലപ്പോൾ മുക്തി കൊടുക്കാനുള്ള ഒരു സമയമാണെന്ന് കരുതണം. അല്ല സാധാരണ ആൾക്കാരാണെങ്കിൽ എന്തെങ്കിലും അസുഖം വന്നാൽ പെട്ടെന്ന് പിന്നെ ആശുപത്രിയിൽ പോയി ട്രീറ്റ്മെൻറ്റ് എടുക്കുക. ഓക്കെ, പിന്നെ 12-ൽ നിന്ന് 4-ൽ നോക്കുന്നത് കൊണ്ട്, അതായത് ഞാൻ പറയുന്നത് എനിക്ക് അങ്ങനെ കാണുന്നതേ പറയാൻ പറ്റുള്ളൂ. ഇതിലെന്താണ് കാണുന്നു അതിനെ അങ്ങനെ പറയുന്നു. അല്ലാതെ എല്ലാവർക്കും നല്ലതാണെന്ന് പറയാൻ പറ്റില്ല. എല്ലാവർക്കും ഒരേപോലെ രാശി നല്ലതും മാത്രം വരില്ല. ഓരോരുത്തർക്കും ഓരോ പ്രശ്നത്തിലായിരിക്കും വരുന്നത്, അല്ലേ? ഓരോ ഭാവത്തിലോട്ടാണ് നോക്കുന്നത്, അതിനനുസരിച്ചുള്ള പ്രശ്നങ്ങൾ വരും. എവിടെ നിന്ന് ഗുരു നോക്കുന്നു എന്നതും ഒരു കാര്യമാണ്. അതുകൊണ്ട് എല്ലാവർക്കും ഒരേപോലെ സൂപ്പറാണെന്ന് പറയാനേ പറ്റില്ല. പലർക്കും പല പ്രശ്നങ്ങളിൽ കൂടെ കടന്നു പോകേണ്ട അവസ്ഥയും ഉണ്ടാവും. ഓക്കെ, അതുകൊണ്ടാണ് ഈ മെഡിക്ലെയിമൊക്കെ എടുക്കാനൊക്കെ പറയുന്നത്. ഓക്കെ, അടുത്തത് 12 നിന്നിട്ട് 4-ൽ നോക്കുന്നു. കുട്ടികളുടെ കാര്യം പറഞ്ഞു. ഇപ്പോൾ മുതിർന്നവർക്കാണെങ്കിൽ വീട് വാങ്ങാനുള്ളൊരു യോഗം വരുന്നുണ്ട്. അപ്പോൾ വീട് വാങ്ങുന്നതിന് വേണ്ടി പണം ചിലവാകും. അപ്പോൾ എന്ത് ചെയ്യണം? അതിനെ ഒരു ശുഭവിരയമാക്കി എടുക്കുക. വിരയം എന്തായാലും നഷ്ടം വരാൻ പോകുന്നു, ആ നഷ്ടത്തിനെ ശുഭത്തിലോട്ട് കൊടുക്കുക. അപ്പോൾ അങ്ങനെ വീട് വാങ്ങുക. ആ പണം എങ്ങനെയായിരുന്നു കയ്യിൽ നിന്ന് നഷ്ടപ്പെട്ടു പോകും. അപ്പം പോയി സ്ഥലമോ വീടോ എന്തെങ്കിലും വാങ്ങാനുള്ള ഒരു പരിപാടി ചെയ്യുക. ഓക്കെ, അടുത്തത് അതേപോലെ 6-ൽ നോക്കുന്നുണ്ട്. അപ്പോൾ 6-ന് നോക്കുന്നതുകൊണ്ട്
6 നിറം ജോലിയല്ലേ. അപ്പോൾ 6-ാം ഭാവം ജോലിയെ സൂചിപ്പിക്കുന്നതാണ്. അപ്പോൾ ആ ജോലിക്ക് വേണ്ടി പണം നമ്മൾ കൊടുക്കരുത്. നല്ല ജോലി വാങ്ങിത്തരാമെന്ന് പറഞ്ഞിട്ട് ആരെങ്കിലും വാഗ്ദാനമൊക്കെ ചെയ്യുകയാണെങ്കിൽ അതിനു വേണ്ടി കാശ് ചിലവാക്കാൻ പാടില്ല. കാരണം തിരിച്ച് കിട്ടില്ല, അത് നഷ്ടത്തിലാണ്. 12-ൽ നിന്നുകൊണ്ട് ഗുരു നോക്കുന്നതാണ് പണം തീർച്ചയായിട്ടും നഷ്ടമാകുമെന്നാണ് കാണിക്കുന്നത്. പക്ഷേ ഇവിടെ കേസ് കോട്ട് വഴക്കെന്നൊക്കെ പറഞ്ഞെങ്കിൽ അതിൻ്റെ രീതിയിൽ ചിലപ്പോൾ കാശൊക്കെ ചിലപ്പോൾ ചിലവാക്കാനും ഒരു ചാൻസ് ഉണ്ട്. 6-ൽ നോക്കുന്നതുകൊണ്ട് ചിലപ്പോൾ പണം എവിടെയെങ്കിലും ആർക്കെങ്കിലും ജോലിക്ക് വേണ്ടി കൊടുത്തിട്ട് അവരെ പിറക്കം നടന്ന കേസും വഴക്കിന് പോകാനും ചാൻസ് ഉണ്ട്. അതുകൊണ്ട് ജോലിക്കാരി ആരെങ്കിലും പറയണമെങ്കിൽ ഈ ഒരു വർഷം കഴിഞ്ഞ് നോക്കാമെന്നങ്ങ് പറയുക. അതുവരയ്ക്കും വേറെ വല്ല പഠിക്കാനോ അല്ലെങ്കിൽ സാധാരണ ചെറിയ ജോലിക്ക് എന്തെങ്കിലും പോകാനുള്ളത് ശ്രമിക്കുക. കാശ് കൊടുത്ത് എവിടെയും പോകുന്ന പരിപാടി വേണ്ട. അടുത്തത്, നിങ്ങളിപ്പോൾ നമ്മുടെ ഫാമിലിയിൽ ആർക്കായിരുന്നാലും ശരി ഒരു ഗുരു രാശി മാറുമ്പോൾ 6-8 കണക്ഷൻ വരുന്ന ആരെങ്കിലുമൊക്കെ വീട്ടിൽ കാണും തീർച്ചയായിട്ടും. ആ സമയത്ത് നിങ്ങൾ പെട്ടെന്ന് നിങ്ങൾ ചെയ്യേണ്ടത് ഒരു ഫാമിലിയിൽ ഒരു മെഡിക്ലെയിം എടുക്കുക എന്ന് തന്നെയാണ്. അതാണ് ഏറ്റവും ബെസ്റ്റ് പരിഹാരം. ഓക്കെ. അപ്പോൾ നമുക്ക് ഹോസ്പിറ്റലൊക്കെ പോയാൽ എത്രമാത്രം ചിലവ് നമുക്കറിയാമല്ലോ. അപ്പോൾ അതുകൊണ്ട് ആ രീതിയിലൊന്നും നമ്മൾ പോകാതെ നോക്കുക. അതുപോലെ കുട്ടികൾക്ക് വിദേശയാത്ര പറയുന്നുണ്ട്. 2ാമത്തെ കുട്ടിക്കൊക്കെ വിദേശയാത്ര പറയുന്നുണ്ട്. അതുപോലെ 8-നെ നാം നോക്കുന്നുണ്ട്. അവനവന് അപ്പോൾ 8-നെയും നോക്കുന്നുണ്ട്. അപ്പോൾ 8-നെ നോക്കുമ്പോൾ ആയുർഭാവമാണ്. അപ്പോൾ അത് നിങ്ങൾ ശ്രദ്ധിക്കണം എന്നുള്ളതാണ്. എന്തെങ്കിലും ചെറിയൊരു അസുഖം വന്നാലും പെട്ടെന്ന് ഹോസ്പിറ്റലിൽ പോയി ട്രീറ്റ്മെൻറ്റ് എടുക്കുക. അതുപോലെ ഇൻഷുറൻസ് ഇല്ലാത്തവർ ചെറിയ ഒരു 80,000-നോ അല്ലെങ്കിൽ പണമുള്ളവർക്ക് 8 ലക്ഷത്തിനോ എങ്ങനെ വേണമെങ്കിലും എടുക്കാം. 8 അല്ലേ, ഇപ്പോൾ 80,000-ന് എടുക്കാം, അല്ലെങ്കിൽ മാസം 8,000 കെട്ടുന്ന പോലെ എടുക്കാം, അല്ലെങ്കിൽ 3 മാസത്തിൽ 8,000 കെട്ടുന്ന പോലെ എടുക്കാം. എങ്ങനെ വേണമെങ്കിലും എടുക്കാം. 8 ലക്ഷം വരയ്ക്കും എടുക്കാം. മനസ്സിലായില്ലേ? അപ്പോൾ ആ തരത്തിലുള്ള പോളിസി എന്തെങ്കിലും എടുത്തങ്ങ് ഇട്ടേക്കുക. അതവിടെ കിടക്കട്ടെ. ഓക്കെ. അതായത് ഇപ്പോൾ വരുമാനം അതേസമയം 12-ൽ നിൽക്കുന്നുണ്ട്, വിരയത്തെ കാണിക്കുന്നത് കൊണ്ട് ഡെപ്പോസിറ്റ് കുറയാനുള്ളൊരു ചാൻസ് ഉണ്ട്. നമുക്ക് നിറയെ സമ്പാദിക്കാൻ പറ്റും, നമ്മളെ കയ്യിൽ ചിലവിന് ഒതുങ്ങുന്നതാണെങ്കിൽ നമുക്ക് സേവിങ്സ് കൂടുമല്ലേ. അപ്പോൾ ഇവിടെ ഇങ്ങനെ 12 ഗുരു നിൽക്കുന്നതുകൊണ്ട്, ഗുരു പണമല്ലേ, അപ്പം എങ്ങനെയെങ്കിലുമൊക്കെ പണങ്ങൾ ചിലവായി പോകുന്നതുകൊണ്ട് സേവിങ്സ് കുറയാനുള്ള ചാൻസ് ഉണ്ട്. പിന്നെ അസുഖങ്ങളൊക്കെ ഷുഗർ, ഗുരുവിൻ്റെ രോഗമാണ് ഷുഗർ, ജാൻഡിസ് ഇങ്ങനെയൊക്കെ ഉള്ളത്. അപ്പം ഇതൊക്കെ കൂടാതെ ഇരിക്കാനുള്ള ശ്രദ്ധിക്കണം. ഇപ്പം എന്താ പറയുക, ഈ ഇവിടെ കേതുവുണ്ട് കേട്ടോ. ഇവിടെ കേതുവൊക്കെ ഉള്ളതുകൊണ്ട് 4 പറയുന്നത് കുടിക്കുന്നതാണ്. കുടിക്കുന്ന അതായത് ആ സ്വഭാവമൊക്കെ ഉള്ളതാണ്. അപ്പം അങ്ങനെയുള്ളവർക്ക് ലഹരി പദാർത്ഥങ്ങളൊക്കെ ഉപയോഗിക്കുമ്പോൾ സൂക്ഷിക്കണം. അത് കഴിച്ചിട്ട് ഒരുപാട് മദ്യമൊക്കെ കഴിച്ചിട്ട് പിന്നെ പ്രഷറൊക്കെ കൂടി അല്ലെങ്കിൽ ഷുഗറൊക്കെ കൂടി അതിൻ്റേതായ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകാതെ ശ്രദ്ധിക്കണം. അപ്പം അതൊക്കെ അളവൊക്കെ നിങ്ങൾ കുറയ്ക്കണം. ഓപ്പണായി പറയുന്നു എന്ന് വിചാരിക്കേണ്ട, ഇതൊക്കെ ഉള്ളതാണ്. 4-ാം ഭാവം എന്ന് പറയുന്നത് അതാണ്. ഓക്കെ. അതുപോലെ ഇടത് കണ്ണിന്, ഇടത് കാലിനൊക്കെ, അല്ലെ 12 എന്ന് പറഞ്ഞ കാല്, അപ്പോൾ അതിനൊക്കെ കുറച്ച് ബുദ്ധിമുട്ട് വരാനുള്ള ഒരു കാണുന്നുണ്ട്. പക്ഷേ നിങ്ങൾ എല്ലാത്തിനും അമാവാസി ചന്ദ്രനാണെങ്കിൽ കുറച്ച് കൂടുതൽ പ്രശ്നമായിട്ട് വരാം. അതേസമയം പൂർണ്ണചന്ദ്രനാണെങ്കിൽ അതിൻ്റെ അളവ്, ദോഷത്തിൻ്റെ അളവ് കുറഞ്ഞു. അങ്ങനെ എടുക്കണം കേട്ടോ. 2 ചന്ദ്രന് വ്യത്യാസമുണ്ട്. അപ്പോൾ 4-ൽ കേതു ഉള്ളതുകൊണ്ടാണ് ഈ 4-ാം ഭാവം എന്ന് പറഞ്ഞത് കുടിക്കുന്നതാണ് പറയുന്നതുകൊണ്ട് അത് കുറച്ച് നിങ്ങൾ ശ്രദ്ധിക്കണം എന്നുള്ളത് ഞാൻ വീണ്ടും പറയുകയാണ്. പിന്നെ കുട്ടികൾക്ക് പരീക്ഷയ്ക്ക് മാർക്ക് അതിൻ്റെ ഞാൻ പറഞ്ഞു. പിന്നെ ഇവിടെ ഇത് ഇപ്പം മേടം എന്ന് പറഞ്ഞാൽ ആടാണ് അല്ലേ, സിമ്പൽ നമുക്ക് ആടാണ് തരുന്നത്. അതേസമയം ഇവിടെ പശു, കാള ഇങ്ങനെയൊക്കെ ഉള്ളതാണ് ഇവിടെ പറയുന്നത്, കന്നുകാലികളാണ് ഇവിടെ പറയുന്നത്. അപ്പോൾ പാലിന് വില കൂടാം. അതുപോലെ കന്നുകാലികൾക്ക്, പശുവിനും എല്ലാവർക്കും, കാളയ്ക്കും അതിനൊക്കെ വില കൂടാം. നമുക്കിപ്പോൾ മുണ്ടേൻ അസ്ട്രോളജി വേണമെങ്കിൽ പറയാം. ഇതൊക്കെ നോക്കിയാണ് കുറച്ച് മുണ്ടേൻ ആസ്ട്രോളജിയും കൂടെ പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് ലോകത്തിൻ്റെ ഉലക ജ്യോതിഷം തന്നെ പറയാൻ പറ്റും എല്ലാ കാര്യങ്ങളും. ഇപ്പോൾ സ്പോർട്സിൽ ആരൊക്കെ ജയിക്കുന്നു അല്ലെങ്കിൽ എവിടെയൊക്കെ വാർ വരുന്നു എന്നൊക്കെ മുണ്ടേൻ ആസ്ട്രോളജിയാണ്. അത് ഞാൻ കുറച്ച് കാര്യങ്ങൾ നിങ്ങൾക്ക് പറഞ്ഞു തരാം. അതും എങ്ങനെയാണ്, ഇപ്പം നമുക്ക് തോന്നില്ല അതൊക്കെ ചിലപ്പോൾ സിദ്ധി കൊണ്ടൊക്കെ പറയുന്നതാണോ എന്നൊക്കെ തോന്നിപ്പോകും ഓരോ കാര്യങ്ങൾ പറയുന്നത് കേൾക്കുമ്പോൾ. അങ്ങനെയല്ല, ഓരോ നക്ഷത്രങ്ങൾക്കും ഓരോ ഭാവങ്ങൾക്കും കൺട്രീസുണ്ട്. സ്റ്റേറ്റ് നമ്മളെ കേരളമാണെങ്കിൽ അതനുസരിച്ച് മൊത്തം എടുക്കണം, തമിഴ്നാടാണെങ്കിൽ എടുക്കണം, പിന്നെ ഫോറിൻ കൺട്രീസിന് എല്ലാ കൺട്രീസും ഇതിനുള്ളിൽ തന്നെ വരും. ഒരു കുട്ടി എവിടെ പഠിക്കാൻ പോകുന്നു അതൊക്കെ നമുക്കിതിൽ മനസ്സിലാക്കാൻ പറ്റും. അത് സിദ്ധി വേലയൊന്നുമല്ല, ശരിക്കും മുണ്ടേൻ ആസ്ട്രോളജിയിലുള്ള ഒരു മഹത്വമാണ്. ഓക്കെ, അതൊക്കെ ഞാൻ പോകെ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു തരാം.
അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ. അതുകൊണ്ട് ആ 4, 6, 8 4ൻ്റെ കാര്യങ്ങൾ അറിയാമല്ലോ. 4-ന് എന്തൊക്കെ ഭാവത്തിൽ എന്തൊക്കെ കാര്യങ്ങളുണ്ടോ അതൊക്കെ പണം ചിലവാക്കുമ്പോൾ സൂക്ഷിക്കണം. 6-നെ ശ്രദ്ധിക്കണം, 8-നെ ശ്രദ്ധിക്കണം. അവനവൻ്റെ ഹെൽത്ത് വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. എല്ലാത്തിനേക്കാളും അവനവൻ്റെ ആയുസ്സും അവനവൻ്റെ ഹെൽത്തും തന്നെയാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ്. അതുകൊണ്ട് അതിന് ഇമ്പോർട്ടൻറ്റ് കൊടുക്കുക. ഞാൻ പറഞ്ഞതുപോലെ മെഡിക്ലെയിം ചെയ്യുക. ആർക്കായിരുന്നല്ലോ, വീട്ടിലെ അച്ഛനാവട്ടെ അമ്മയ്ക്കാവട്ടെ ആർക്കൊക്കെ 1, 2 രാശിക്കാർക്ക് അങ്ങനെയൊക്കെ വരാം. അപ്പോൾ വരുമ്പോൾ അവർക്കെല്ലാം 6, 8 ശ്രദ്ധിച്ചോളൂ. ഗുരു നിൽക്കുന്നു ഏത് രാശിയാണെന്ന് നോക്കിക്കോളൂ. ഞാനിപ്പം വരാൻ പോകുന്ന രാശികൾ കുറച്ച് ദിവസങ്ങളിൽ ആവും ഇടാൻ. അതിന് മുമ്പ് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും. ഓരോന്ന് അടുത്ത കർക്കിടകം നോക്കുക. അപ്പോൾ ഗുരു 11-ൽ നിൽക്കുന്നു, അതനുസരിച്ച് നോക്കുക അത് നല്ലതാണോ. അതുപോലെ ചിങ്ങത്തിൽ നോക്കുക. എല്ലാം നോക്കിയിട്ട് 6, 8, 12 കണക്ഷൻ വരുന്ന രാശികൾക്കെല്ലാം ചേർത്ത് വീട്ടിലുണ്ടെങ്കിൽ മൊത്തം ഒരു മെഡിക്ലെയിം ഇട്ട് വെക്കുക. ഫാമിലി മെഡിക്ലെയിമോ അല്ലെങ്കിൽ തനിത്തനി ആൾക്കാർക്കോ ഒക്കെ ഇട്ട് വെക്കുക. അത് തന്നെയാണ് പരിഹാരം. ഓക്കെ. പിന്നെ ഗുരു നെയ്യാണ്. അപ്പോൾ നിങ്ങൾക്ക് അമ്പലങ്ങളിൽ പോയാൽ പശുവിൻ്റെ നെയ്യ് വാങ്ങിക്കൊടുക്കാം. നല്ല നെയ്യല്ലേ. അത് എവിടെയെങ്കിലും ശുദ്ധമായ പശു നെയ്യ് കിട്ടണമെങ്കിൽ അത് വാങ്ങി അമ്പലങ്ങളിൽ കൊടുക്കാം. അതൊക്കെ ഒരു പുണ്യം തന്നെയാണ്. ഓക്കെ. ഇത്രയേ പറയാനുള്ളൂ. എല്ലാവർക്കും നല്ലത് പറയാൻ പറ്റില്ല. നമുക്ക് ദോഷവും സന്തോഷവും എല്ലാം കൂടെ കലർന്നതല്ലേ നമ്മുടെ ജീവിതം. അപ്പോൾ അതിന് തക്കവണ്ണം പരിഹാരങ്ങളും ചെയ്ത് മറ്റുള്ളവർക്ക് ദാനവും ധർമ്മവും ഒക്കെ ചെയ്ത് നല്ലപടിയാണ് പോവുക. ഓക്കെ. എല്ലാവർക്കും നല്ലതിനു വേണ്ടി പ്രാർത്ഥിക്കുന്നു. താങ്ക് യു.